അയ്യ വണക്കം. കോൺഗ്രസ് വിട്ട് BJP-യിലെത്തിയ പത്മജ ജി സകല രഹസ്യങ്ങളും കോൺഗ്രസിലെ ചീന്തിയെടുത്ത് പുറത്തിടുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് BJP-ക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. കോൺഗ്രസിലെ സകല രഹസ്യങ്ങളും സകല അഴിമതി കഥകളും പത്മജ എടുത്ത് പുറത്തിടുന്ന കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനിട്ടും പത്മജ ഒരു കൊട്ടു കൊടുക്കാൻ മറന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. സത്യം പറയാമല്ലോ, പൊളിറ്റിക്കൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് പൊളിറ്റിക്കൽ ക്ലാരിറ്റി. കെ കരുണാകരന്റെ മകളായതുകൊണ്ട് പറയുകയല്ല, മാധ്യമങ്ങളിൽ ചോദിച്ച ഓരോ ചോദ്യത്തിനും ഒരു കൂസലുമില്ലാതെ വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫ്ലോയിലാണ് പത്മജ മറുപടി പറയുന്നത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാധ്യമങ്ങൾ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ പോലും പത്മജയ്ക്ക് പറ്റിയ അമളികൾ പോലും പത്മജ പറയുന്നത് തൻ്റെ എക്സ്പീരിയൻസ് ആയി മാറ്റിക്കൊണ്ടാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതാണ് പറയുന്നത് തന്തയ്ക്ക് പിറന്ന മകൾ എന്ന്. അല്ലാതെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പോലെ പൊളിറ്റിക്കലി തന്തയില്ലാത്ത മകൾ എന്നുള്ള വാക്ക് ചേരില്ല എന്നുള്ളത് വേറെ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു DGP മാർച്ച് നടത്തിയപ്പോൾ പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള വേട്ടാവളിയന്മാരെയൊക്കെ പിടിച്ച് ജയിലിനകത്തോട്ടിട്ടു. ആ ജയിലിനകത്ത് 2-3 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ യവനൊരു കാര്യം തോന്നി, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന്. അങ്ങനെ തോന്നിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ ഈ പെടാപ്പാട് മുഴുവൻ കിടന്ന് പെടുത്തുന്നത് എന്നുള്ളൊരു വേറൊരു കാര്യം. അന്നേ പല ആൾക്കാരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും പറഞ്ഞു ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. വ്യാജ പ്രസിഡന്റ് ആണ്, അത് വേറൊരു കാര്യം. നമുക്ക് അതിലോട്ട് വരാം. ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിക്ക എന്ന് രാഹുൽ മാങ്കൂട്ടം തികച്ചു വിളിക്കാറില്ല ഷാഫി പറമ്പിലിനെ. കാരണം ഷാഫി പറമ്പിൽ ഇപ്പൊ വടകരയിലേക്ക് പോകും. ഇന്ന് പത്മജയും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വടകരയിലേക്ക് പോകുമ്പോൾ പാലക്കാട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജയിക്കാൻ പറ്റിയ ഒരു വെള്ളനിലമാണ്. ഷാഫിക്ക് ഒന്ന് സഹായിക്കുക കൂടെ ചെയ്യുകയാണെങ്കിൽ പാലക്കാട് മാങ്കൂട്ടന് സുഖമായിട്ട് നിന്ന് മത്സരിച്ച് ഈ ചുളിവിനൊരു MLA സ്ഥാനം ഇങ്ങോട്ടേക്ക് നേടിയെടുക്കാം എന്നുള്ളത് വേറൊരു കാര്യം. അവിടെ തെരഞ്ഞെടുപ്പ് വരണമെങ്കിൽ ഷാഫി പറമ്പിൽ ഇവിടെ ജയിക്കണം. അതിനുശേഷം പാലക്കാട് നിർത്തുന്ന മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം നോക്കണം. BJP കാരണം കഴിഞ്ഞ തവണ വെറും 3000 വോട്ടിന് മാത്രം തോറ്റൊരു മണ്ഡലമാണ് പാലക്കാട് എന്നൊക്കെയുള്ളത് വേറെ കാര്യം. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്, നമ്മളിപ്പോൾ അതിലോട്ട് കടക്കുന്നില്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒരു DGP മാർച്ച് നടത്തി എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചകത്തിടുന്നതിന് പകരം വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചകത്തിട്ടിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ഈ തിളപ്പ് തിളക്കില്ലായിരുന്നു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അത് സത്യവുമാണ്. കാരണം ഇന്നലത്തെ മഴയിൽ കുരുത്തൊരു തകരയാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് പത്മജ ഇന്ന് കൃത്യവും വ്യക്തവുമായിട്ട് ഒരു കൂസലുമില്ലാതെയാണ് പത്മജ ഓരോ കാര്യങ്ങൾക്ക് അടത്തിട്ട് മറുപടി പറയുന്നത് എന്നുള്ളതാണ്. അവരുടെ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പത്മജയോട് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാലക്കാട് സീറ്റാണെന്നും അതുകൊണ്ടാണ് രാജാവിനെക്കാട്ടിലും വലിയ രാജഭക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്നതെന്നും ഞാൻ ഈ പാർട്ടിക്കകത്ത് കിടന്ന് വളർന്നതല്ലേ, എനിക്കറിയാത്തതല്ലല്ലോ ഇതൊന്നും എന്നാണ് വളരെ പൊളൈറ്റായിട്ട് പത്മജ പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പത്മജ അതിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ആൾക്കാരാണ് ഇന്ന് ഇവിടെ എന്നെ പിറകിൽ നിന്ന് കുത്തുന്നത് എന്നാണ് പത്മജ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം പത്മജയെ പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്ത ഒരാളെന്ന് പറയുന്നത് BJP-ക്കാരും പിന്നെ രമേശ് ചെന്നിത്തല, അത് കഴിഞ്ഞ് നമ്മുടെ LDF-ലെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ. അതെങ്ങനെയാണ് ഒരാൾക്ക് പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടാകുന്നത് എന്നാണ് ഗണേഷ് കുമാർ ചോദിച്ചത്. പോരാത്തതിന് ഗണേഷ് കുമാർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ കെ കരുണാകരന്റെ വീട്ടിലേക്ക് പോകുന്ന നേതാക്കളെല്ലാം പത്മജയുടെ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. രാവിലെ 6:30 കെ കരുണാകരന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ നേതാക്കന്മാരുടെ ക്യൂ ആണ്. കാരണം കേരളത്തിലെ അതികായനായിട്ടുള്ള ലീഡർ ആണല്ലോ കെ കരുണാകരൻ എന്ന് പറയുന്നത്. ലീഡറുടെ വീട്ടിൽ വന്ന് നേതാക്കന്മാരൊക്കെ ക്യൂ നിൽക്കും. കാരണം ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാൻ. ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് ലീഡറെ രാവിലെ വന്ന് കണ്ട് കാല് തൊട്ട് വന്നിച്ചാൽ ഞാൻ ഉയരത്തിൽ പോകും എന്ന് ആദ്യം പറയുന്നത് പത്മജയോടാണ്. പത്മജ അപ്പോൾ അകത്ത് പോയി പറയും, അച്ഛാ ഒരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കൂ അച്ഛാ എന്ന് പറയും. അകത്ത് പോയി പുള്ളിക്കാരനെ കണ്ട് തിരിച്ചു വന്ന് പത്മജയുടെ കാലും തൊട്ട് വന്നിച്ചിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ പുറത്തേക്ക് പോകുന്നത്. ആ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ പത്മജയെ പിറകിൽ നിന്ന് കുത്തുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ രാഷ്ട്രീയത്തിൽ പല ഗിമിക്സും കാണിക്കേണ്ടി വരും. ഇതും ഗണേഷ് കുമാർ പറഞ്ഞ കാര്യമാണ്. കെ കരുണാകരന്റെ വീട്ടിനകത്തേക്ക് പോകുമ്പോൾ മുണ്ടിനകത്ത് ആരും കാണാതെ പഴവും ചുരുട്ടി പിടിച്ചു വെച്ചുകൊണ്ട് പോകും. ഈ പഴം ചുരുട്ടി പിടിച്ചു വെച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോയിട്ട് പുറത്തേക്ക് ഇവർ ഇറങ്ങി വരും. ഈ പഴം തൊലിച്ച് തിന്നുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇങ്ങനെ തിന്നുകൊണ്ട് പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വരുമ്പോൾ പുറത്ത് നിൽക്കുന്ന പോലീസുകാരും ചീഫ് സെക്രട്ടറിയൊക്കെ വിചാരിക്കും വലിയ പുള്ളിയാണ് കേട്ടാ. കാരണം
കെ കരുണാകരന്റെ അടുക്കളയിൽ പോയി ഒരു പഴമെടുത്ത് അതും കഴിച്ച് പുറത്തേക്ക് വരണമെങ്കിൽ ഇവൻ ചില്ലറപ്പുള്ളിയല്ല. അപ്പൊ കെ കരുണാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരിക്കും ഇയാൾ എന്നുള്ള രീതിയിൽ പോലും വളർന്നു വന്ന നേതാക്കളുണ്ട്. അത് വേറൊരു കാര്യം. ഇതൊക്കെ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി പത്മജ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വളരെയധികം പ്രസക്തമാണ് എന്നുള്ളതാണ്. പത്മജ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏഷ്യാനെറ്റിലെ ന്യൂസ് റിപ്പോർട്ടർ പത്മജയോട് ചോദിക്കുന്നുണ്ട്, ഈ കുറി ഇടുന്നത് പാർട്ടിയിൽ വിലക്കിയിട്ടുണ്ടോ? അതൊരു പ്രശ്നമാണെന്ന് പത്മജ പറഞ്ഞല്ലോ, അത് സത്യമാണോ? അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ കുറി ഇടാൻ പാടില്ല, അത് പാർട്ടിയിൽ വിലക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്മജ പറഞ്ഞു അത് സത്യമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ കുറി ഇടാനായിട്ട് പാടില്ല. അങ്ങനെ കുറി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തോ വലിയ വർഗീയവാദികളാണ് എന്നാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് എന്നാണ് പത്മജ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് നിങ്ങളുടെ അച്ഛൻ കെ കരുണാകരൻ കുറി ഇടുന്നില്ലല്ലോ, കെ കരുണാകരൻ കുറി ഇടാത്തത് കൊണ്ട് അദ്ദേഹം വർഗീയവാദിയല്ല എന്നും ഞാൻ കുറി ഇടുന്നത് കൊണ്ട് ഞാൻ വർഗീയവാദിയാണെന്നും ഇവർ പറഞ്ഞു പരത്തി. അങ്ങനെ പറഞ്ഞു പരത്തിയതിൻ്റെ ഭാഗമായിട്ട് ആ കുറി ഞാൻ അങ്ങ് മായ്ച്ചു എന്നാണ് പത്മജ പറഞ്ഞിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണിത് കോൺഗ്രസിനെ കുറിച്ച് പത്മജ പറഞ്ഞത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിലാണ്. ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ നമ്മളെ പഠിപ്പിക്കാൻ ഒരുപാട് സാറുമാർ അവിടെ വരും. ആ സമയത്ത് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ വന്ന സാറുമാർ എന്നോട് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിനോട് പറഞ്ഞ ഒരു കഥയുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ, നമ്മൾ മാധ്യമപ്രവർത്തകർ പല സ്റ്റോറികളും റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകും. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരിക്കൽ പോയത് സമദാനിയുടെ വീട്ടിലോട്ടാണ്. സമദാനിയുടെ വീട്ടിൽ പുറത്ത് ബൈറ്റ് എടുക്കാനായിട്ട് എല്ലാവരും കാത്തു നിൽക്കുന്നു. സമദാനി പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. സമദാനി കുറേ നേരം വീണ്ടും നിന്നു, എന്നിട്ടും പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അപ്പോൾ പതുക്കെ ഈ പുള്ളിക്കാരൻ, അതായത് റിപ്പോർട്ട് ചെയ്യാൻ നിന്ന പുള്ളിക്കാരൻ അകത്തോട്ട് കയറി നോക്കിയപ്പോൾ സമദാനി തീപ്പെട്ടിയാണെങ്കിൽ എടുത്ത് ആ തീപ്പെട്ടിയുടെ ആ കറുത്ത ഭാഗം കൈക്കകത്ത് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ നിസ്കാര തഴമ്പുണ്ടാക്കാനായിട്ട് നെറ്റിയിൽ ഇങ്ങനെ പുരട്ടുകയായിരുന്നു എന്നാണ് ആ സമയത്ത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള റിപ്പോർട്ടിംഗ് ചെയ്തുകൊണ്ടിരുന്ന സാറുമാർ എന്നോട്, നമ്മുടെ ബാച്ചിനോടും പറഞ്ഞൊരു കഥ എന്ന് പറയുന്നത്. അങ്ങനെ നെറ്റിയിൽ പുരട്ടിയിട്ട് പുറത്തിറങ്ങി വരുന്ന സമദാനിയാണ് നമ്മളെല്ലാവരും കണ്ടത്. പക്ഷേ ഈ കഥ പുറത്താർക്കും അറിയില്ല. പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ ഈ കുറി ഇടുന്നവരെല്ലാം വർഗീയവാദികളും നിസ്കാര തഴമ്പ് കാണിച്ച് പുറത്തു വരുന്ന എല്ലാവരും മതേതരവാദികളുമാകുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനമാണ് പണ്ട് മുതലേ ഉള്ളത് എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതുവരെ അംഗീകരിച്ച് തരാത്തൊരു കാര്യമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്ന് മത്സരിക്കുന്നത് വരെ ഒരു കുറി ഇട്ടുകൊണ്ടായിരുന്നു പല വേദികളിലും കണ്ടുകൊണ്ടിരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെ. ഇനി കാസർഗോഡ് നിന്ന് മത്സരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആ കുറി കാണാനില്ല, ആ കുറി മാഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് മതേതരം വിളമ്പി വയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഒന്നൊന്നായി പലപ്പോഴായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം. പിന്നെ പത്മജയുടെ ഏറ്റവും നല്ലൊരു കൗണ്ടർ എന്ന് പറയുന്നത് കെ മുരളീധരൻ, അതായത് നിങ്ങളുടെ സഹോദരനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ വളരെ സൗമ്യമായിട്ട് പത്മജ പറഞ്ഞത്, അദ്ദേഹം എൻ്റെ ഏട്ടനല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അറിയാത്തതാണോ, അദ്ദേഹം ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചാടിക്കടിക്കാനായിട്ട് പറയുമെങ്കിലും അദ്ദേഹം ആ സമയത്തുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് പത്മജ പറഞ്ഞത്. എത്ര ഗംഭീരമായിട്ടാണ് ആ മറുപടി കൊടുത്തത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഗംഭീരമായിട്ട്, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കില്ല, കാണുമ്പോൾ കാറി തുപ്പും, ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. വളരെ ഗംഭീരമായിട്ടാണ് ആ മറുപടി പത്മജ പറഞ്ഞത് എന്നുള്ളതാണ്. ഈ മറുപടിയൊക്കെ പത്മജയുടെ വായിൽ നിന്ന് വരണമെങ്കിലും മറ്റേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് തന്തയ്ക്ക് പിറന്ന മകളായിട്ട് പത്മജ ജനിക്കണം. അങ്ങനെ പത്മജ ജനിച്ചത് കൊണ്ടാണ് പത്മജയ്ക്ക് ഇത്രയും നല്ല ക്വാളിറ്റി കിട്ടിയത് എന്ന് പറയേണ്ടി വരും. അല്ലാതെ രാഹുൽ മാങ്കുട്ടം പറഞ്ഞതുപോലെ മറ്റേ വാക്കല്ല അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. മുരളീധരൻ BJP-യിലേക്ക് വരുമോ എന്നുള്ള ചോദ്യത്തിന് പത്മജ വളരെ ഗംഭീരമായിട്ടുള്ളൊരു മറുപടിയാണ് കൊടുത്തത്. മുരളീധരൻ BJP-യിലേക്ക് വരുമോ എന്ന് ചോദിച്ച് കഴിയും മുമ്പേ പറഞ്ഞു, അദ്ദേഹം 3 പാർട്ടി മാറിയ ആളാണ്, അറിയാമല്ലോ. 3 പാർട്ടിയുടെ തലപ്പത്തിരുന്ന ആളാണ്, അറിയാലോ. അദ്ദേഹം 3 പാർട്ടി മാറിയപ്പോൾ പോലും ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിമർശിക്കാൻ പോലും പോയില്ല. ഞാൻ ആ സമയത്ത് അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. അദ്ദേഹം 3 പാർട്ടി മാറിയപ്പോഴും ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാനോ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനോ ഒഫൻഡ് ചെയ്യാനോ ഞാൻ പോയിട്ടില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിന് BJP-യിൽ വരാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമുള്ളൊരു കാര്യമല്ല, എനിക്കറിയാമല്ലോ എൻ്റെ ഏട്ടനെ എന്നുള്ള പുഞ്ചിരി കലർന്നൊരു മറുപടിയാണ് നമ്മുടെ പത്മജ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലേക്ക് എടുത്തു വെച്ചത്. ഇനിയുമുണ്ട് പത്മജയെ ചതിച്ച ചതിയുടെ കഥകൾ എന്ന് പറയുന്നത്. പത്മജ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിലൊന്ന് കയറ്റാൻ, കേരളത്തിലെ സമുന്നതനായിട്ടുള്ള ലീഡറിന്റെ മകളാണ്, ആ വണ്ടിയിലൊന്ന് കയറ്റാനായിട്ട് അന്നത്തെ അവിടുത്തെ DCC പ്രസിഡന്റ് വിൻസെന്റ് 22.5 ലക്ഷം രൂപ പത്മജയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും പത്മജയെ പിന്നീട് വണ്ടിയിലേക്ക് കയറ്റാതിരിക്കുകയും പത്മജ വണ്ടി എവിടെ വരുമെന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി സ്റ്റേജിൽ വന്നാൽ മതി എന്ന് പറയുകയും അത് പറ്റില്ല എനിക്ക് വണ്ടിയിൽ കയറണം എന്ന് പത്മജ വാശി പിടിക്കുകയും ചെയ്തിട്ട് പോലും
പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ പത്മജയെ കയറ്റിയിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പത്മജ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ തനി നിറം എല്ലാം പത്മജ എടുത്ത് പുറത്തിടുകയാണ് തൃശ്ശൂർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി ജയിക്കാനാണ് സാധ്യത എന്നാണ് പത്മജ പറയുന്നത്. അതാണ് പത്മജയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. പത്മജ ഒരിക്കലും ഒരു കാര്യവും അടച്ചങ്ങ് പറയില്ല. അടച്ച് പറയില്ല എന്ന് മാത്രമല്ല, മുൻവിധിയോടെ ഒരു കാര്യവും സമീപിക്കില്ല. ലീഡർ എന്ന് പറയുന്ന അധികാരന്റെ മകളായിട്ട് ജനിച്ചതിൻ്റെ ഒരു ക്വാളിറ്റി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന അതിൻ്റെ ഒരു ഭാഗം പത്മജയ്ക്കും കിട്ടിക്കാണുമല്ലോ. ആ എക്സ്പീരിയൻസിന്റെ ഒരു ഭാഗം പത്മജ തൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പത്മജ സകല പൊളിറ്റിക്കൽ ചോദ്യങ്ങളെ നേരിടുന്നത്. സുരേഷ് ഗോപി ജയിക്കാനാണ് സാധ്യത എന്നാണ് പത്മജ പറയുന്നത്. അല്ലാതെ സുരേഷ് ഗോപി ജയിക്കുമെന്നോ നമ്മൾ 70 സീറ്റ് നേടുമെന്നോ 20-20 അടിക്കുമെന്നോ അങ്ങനെയൊന്നും പത്മജ പറയുന്നില്ല. ജയിക്കാനാണ് സാധ്യത. പാർട്ടി പറഞ്ഞാൽ ഞാനിവിടെ പ്രചരണത്തിന് ഇറങ്ങും. ഇതാണ് പത്മജയുടെ കൃത്യവും വ്യക്തവും ഭയങ്കര പൊളിറ്റിക്കൽ ക്ലാരിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. അച്ഛൻ്റെ മന്ദിരം പണിയാൻ വേണ്ടിയാണ് ഞാൻ അത്രയും കാലം ഇവിടെ കടിച്ചു തൂങ്ങി നിന്നതെന്നും ആ മന്ദിരം പണിയാതെ എന്നെ എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ആ മന്ദിരം കോൺഗ്രസ്സുകാർക്ക് മറുപടിയായി BJP പണിതു കൊടുത്താൽ അവിടെ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഗെയിം ചേഞ്ച് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പത്മജ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നപ്പോൾ 10 അണി പോലും കൂടെ വരില്ല എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഉൾക്കിടിലം കൊണ്ട് സകലമാന ലോക്സഭാ ഇലക്ഷനും തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാത്രം ചുരുങ്ങി പത്മജയിലും കെ മുരളീധരനും മാത്രമായി ഒതുങ്ങി സുരേഷ് ഗോപിയിൽ മാത്രമായി ഒതുങ്ങി കൊണ്ടുവരാൻ പത്മജയ്ക്ക് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ പത്മജയുടെ BJP എൻട്രിക്ക് സാധിക്കുമെങ്കിൽ, പത്മജ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി കെ കരുണാകരൻ ഒരു മന്ദിരം പണിത് BJP കൊടുത്തു കഴിഞ്ഞാൽ അത് BJPയെ ഈ ലെവലിൽ നിന്നും വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇവിടെ ആർക്കുമില്ല. പക്ഷെ വേറൊരു കാര്യം, BJP അത് പണിത് തുടങ്ങും മുമ്പേ കോൺഗ്രസ്സുകാർ മുണ്ടൂരി തലയെ കെട്ടി പണിത് തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഷർട്ട് ചുളിയാതെ പണിയെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഷർട്ട് ചുളിയാതെ ദേഹം വേർക്കാതെ അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റുക എന്ന് ആലോചിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് അവർ പെട്ടെന്ന് അത് പണിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും വേറൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പത്മജയുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന സ്ത്രീ BJPക്ക് വരും കാലത്ത് ഒരു അസറ്റ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേണമെങ്കിൽ പത്മജയെ കേന്ദ്ര സർക്കാരിന് ഒരു ഗവർണർ പോസ്റ്റിൽ പോലും എടുത്തിരുത്താം എന്നുള്ളതാണ്. അത്രയ്ക്ക് പൊളിറ്റിക്കൽ മെച്യൂരിറ്റിയും അത്രയ്ക്ക് ക്ലാരിറ്റിയുമാണ് അവരുടെ വാക്കുകൾക്കുള്ളത് എന്നാണ് അവരുടെ സകല വാർത്താ സമ്മേളനങ്ങളും നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.